നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യത്ത് പലയിടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പുകൾ, വിജയം ഉറപ്പിക്കുന്നതിനായുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെ പിന്നിട്ട് കേരളം, ഉത്തർപ്രദേശ് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെ 15 സീറ്റുകളിലായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെടുപ്പുകൾ പകുതി വഴി പിന്നിട്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ 288 സീറ്റുകൾ, ജാർഖണ്ഡിലെ 81 നിയമസഭാ സീറ്റുകളിൽ 38 എണ്ണത്തിലേക്ക് നടക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പ്, കേരളത്തിലെ പാലക്കാട്, വോട്ടെടുപ്പ് കഴിഞ്ഞ വയനാട്, ചേലക്കര മണ്ഡലങ്ങളുടെ വിധി, വോട്ടെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ, അങ്ങനെ ഫലം അറിയും മുമ്പുള്ള ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് കടന്നുപോകുന്നത്. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറയുകയാണ് പതിവ്. വയനാട്, ചേലക്കര മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും സ്ഥിതി മറിച്ചായില്ല. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പല കാരണങ്ങൾ കൊണ്ടും കേരളം ഒട്ടാകെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതിയാണ് ജനിപ്പിച്ചിട്ടുള്ളത്. ഇടത്തുനിന്ന് വലത്തേക്ക് ചാടി സ്ഥാനാർത്ഥിയായ സരിൻ, തിരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ BJPയിൽ നിന്ന് പിണങ്ങി കോൺഗ്രസ് കൂടാരത്തിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ, സന്ദീപിനായി വിരിച്ച ചുവപ്പ് പരവതാനി മടക്കി പാർട്ടി ഓഫീസിൽ കൊണ്ടുവയ്ക്കേണ്ട ഗതികേടിലെത്തിയ CPM നേതാക്കൾ, കിട്ടാത്ത മുന്തിരിയുടെ പുളിപ്പ് കാരണം ഉളുപ്പില്ലാത്ത സുപ്രഭാതത്തിലും സിറാജ് ദിനപത്രത്തിലും വിദ്വേഷം ജനിപ്പിക്കുന്ന നിലവാരമില്ലാത്ത പരസ്യങ്ങൾ നൽകിയ ഇടത് നിലപാട്, കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇതിനെയൊക്കെ തള്ളിപ്പറയുകയും അനുകൂലിക്കേണ്ടി വരികയും ചെയ്യുന്ന ജനങ്ങളുടെ ഗതികേട്, ചുരുക്കത്തിൽ നേതാക്കളുടെ താല്പര്യങ്ങളാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പോകും. CPMനുള്ളിലെ ആരൊക്കെയോ ഒത്തുചേർന്ന് ശരിയെന്ന മട്ടിൽ കുരുത്തക്കേട് കാട്ടുന്നു എന്ന് തോന്നിപ്പിക്കും വിധമുള്ള തറവേലകൾ കണ്ട് കേരളം മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് മഹാരാഷ്ട്രയിലുമുണ്ട് പരസ്പരമുള്ള പോരുകളും തറവേലകളും. മഹാരാഷ്ട്രയിലെ പാൽക്കറിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം വിതരണം ചെയ്തു എന്നാരോപിച്ച് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡയെ ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ തടഞ്ഞുവച്ചത്. ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുളയ്ക്കെതിരെ ബിറ്റ്കോയിൻ ആരോപണവുമായി വോട്ടിങ്ങിന് മുമ്പേ എത്തിയ BJP നേതാവ് സുധാംശു ത്രിവേദി, സന്ദീപ് വാര്യർ ചെയ്തതിന് സമാനമായി തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് BJP വിട്ട് ബഹുജൻ വികാസ് അഘാഡിയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായ ശേഷം സുരേഷ് പടവി പാതി വഴിയിൽ BVA ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ തിരികെ എത്തുകയും BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതുമൊക്കെ പലയിടങ്ങളിലുമായി നടക്കുന്ന സമാന പ്രവർത്തനങ്ങളാണ്. ഇത്തരം മലക്കം മറിച്ചിലുകൾക്ക് പേരുകേട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ മറികടക്കാൻ കേരളം ഇനിയും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും. തിരഞ്ഞെടുപ്പ് എത്രമേൽ ചൂടുപിടിച്ചിരിക്കുന്നു എന്ന് കാട്ടിത്തരുന്നതാണ് ഇതൊക്കെ. ശരത് പവാർ, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉദ്ധവ് താക്കറെ, ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാർ, ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരെല്ലാം സർവ്വ അടവും എടുത്ത് പോരാടുകയാണ്. സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞ ശരത് പവാറിന് അടുത്ത മാസം 84 വയസ്സ് തികയുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന് സമാനമായി മഹാരാഷ്ട്രയിലും BJPക്ക് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചത്. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചതാക്കട്ടെ ശരത് പവാറിൻ്റെ തന്ത്രങ്ങളും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കാനാണ് അദ്ദേഹത്തിൻ്റെ കരുനീക്കങ്ങൾ. തിരിച്ചു വരാനുള്ള കടുത്ത ശ്രമത്തിലാണ് അനന്തരവൻ അജിത് പവാറും. ശരത് പവാറിൻ്റെ നേതൃത്വത്തിലെ NCPയും ഉദ്ധവ് താക്കറയുടെ ശിവസേനയും കോൺഗ്രസിനൊപ്പം മഹാവികാസ് അഘാഡിയുടെ ഭാഗമാണ്. മഹായുതി സഖ്യത്തിലെ മുഖ്യ പാർട്ടിയായ BJPയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ അവിടെ മത്സരിക്കുന്നത്, 148 മണ്ഡലങ്ങളിൽ. വ്യാപാര തലസ്ഥാനം മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. പക്ഷേ അവർക്ക് പോലുമുണ്ട് 7 ലക്ഷം കോടിയുടെ കടം. ആ മഹാരാഷ്ട്രയിൽ നിലനിൽപ്പിനായി പോരാടുകയാണ് ശിവസേനയിലെയും NCPയിലെയും ഔദ്യോഗിക, അനൗദ്യോഗിക വിഭാഗങ്ങൾ. മഹാരാഷ്ട്രയിലുടനീളം മുൻതൂക്കമുള്ള പാർട്ടികൾ ആരുമില്ല. വിദർഭ, കൊങ്കൺ, മറാഠ്വാഡ, പടിഞ്ഞാറൻ മഹാരാഷ്ട്ര, കിഴക്കൻ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ വെവ്വേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് മുൻതൂക്കം. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലാണ് അമ്മാവനായ ശരത് പവാറും അനന്തരവനായ അജിത് പവാറും തമ്മിലുള്ള പോരാട്ടം. മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് ശരത് പവാർ അനന്തരവനെ നേരിടുന്നുണ്ടെങ്കിലും ഏതാണ്ട് അതേ പാതയിൽ നിന്ന് വ്യതിചലിച്ചാണ് അജിത് പവാർ സഞ്ചരിക്കുന്നത്. ജാർഖണ്ഡിൽ ഇന്ന് നടക്കുന്ന രണ്ടാം ഘട്ടം കൂടി കഴിയുമ്പോൾ അവിടത്തെയും വോട്ടെടുപ്പ് പൂർണ്ണമാകും. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, പ്രതിപക്ഷ നേതാവ് BJPയിലെ അമർ കുമാർ മൗര്യ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. ജാർഖണ്ഡിൽ JMMഉം NDAയും തമ്മിലുള്ള പോര് ഉച്ചസ്ഥായിയിലാണ് താനും. ജാമ്യത്തിലിറങ്ങിയ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഉൾപ്പെടെയുള്ളവരുടെ മേലുള്ള അഴിമതി ആരോപണം ഓരോ ദിവസവും കടുപ്പിക്കുകയാണ് BJP. ജാർഖണ്ഡി ഭാഷാ ഖാത്തിയാൻ സംഘർഷ സമിതി എന്ന പേരുമാറ്റി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പായി രൂപീകരിച്ച ജാർഖണ്ഡ് ലോകതാന്ത്രിക് ക്രാന്തികാരി മോർച്ച JLKM അവരുടെ നേതാവായ ജയറാം മഹത്വ
ഇവരെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഉപയോഗിക്കാത്ത ആദിവാസി ഭൂമി അവർക്ക് തിരികെ നൽകണമെന്ന് വലിയൊരു ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. 66 സീറ്റുകളിലാണ് ഇവർ മത്സരിക്കുന്നത്. വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതും മയ്യ യോജന തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങളും കൽപ്പനയുടെ നേതൃത്വത്തിൽ സ്ത്രീകളെ ആകർഷിക്കാൻ കഴിഞ്ഞതും ആദിവാസി മേഖലകളിൽ കാര്യമായ വെല്ലുവിളികൾ ഉയർത്താത്തതും ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവും മുഖ്യ ആരോപണങ്ങളിൽ ഒന്നാണ്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് ചെമ്പൈ സോറനെ നീക്കിയതും തുടർന്ന് അദ്ദേഹം BJPയിൽ ചേക്കേറിയതിൻ്റെയും ഫലം കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ത്യ സഖ്യത്തിൻ്റെ വളർച്ചയ്ക്കായുള്ള കടുത്ത പോരാട്ടത്തിലൂടെ രംഗം കൊഴിപ്പിക്കുന്നുണ്ട്. ലാഡ്കി ബഹിൻ പദ്ധതിയുടെ പേരിൽ നൽകുന്ന 1500 രൂപ 3000 ആയി വർദ്ധിപ്പിക്കും എന്ന പ്രഖ്യാപനം ഏതളവിൽ ജനങ്ങളെ സ്വാധീനിക്കും എന്ന് കണ്ടറിയണം. സമാനമായ ക്ഷേമ പദ്ധതികൾ ജാർഖണ്ഡിലും പ്രഖ്യാപിച്ച് മുന്നേറുകയാണ് ഇന്ത്യ മുന്നണി. CBIയെയും EDയെയും ഉപയോഗിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ വേട്ടയാടുന്നു എന്ന ആരോപണം നിരന്തരം ആവർത്തിച്ച് നേട്ടമുണ്ടാക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഏക് രഹേംഗെ തോ സേഫ് രഹേംഗെ, ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് സുരക്ഷിതത്വം എന്ന അർത്ഥം വരുന്ന മുദ്രാവാക്യവും ബെട്ടേംഗെ തോ കട്ടേംഗെ എന്ന യോഗിയുടെ മുദ്രാവാക്യവും മഹാരാഷ്ട്രക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. മോദിയുടെ OBC പരിവേഷം മുൻനിർത്തി ഹരിയാനയിൽ പ്രബല വിഭാഗത്തിനെതിരെ മറ്റു വിഭാഗക്കാരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിയുള്ള പരീക്ഷണമാണ് മഹാരാഷ്ട്രയിലും BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ ഉന്നത വിഭാഗങ്ങൾക്കൊപ്പമാണ് BJP എന്ന് വരുത്തി തീർത്ത് അതിനെ മറികടക്കാനുള്ള സർവ്വശ്രമങ്ങളും രാഹുലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുമുണ്ട്. അഴിമതിക്കും മുതലാളിത്ത ചങ്ങാത്തത്തിനുമെതിരെയുള്ള പോരാട്ടമെന്ന് സ്വന്തം പോരാട്ടത്തെ രാഹുൽ വിശേഷിപ്പിക്കുമ്പോഴും അംബാനി അദാനി എന്ന് മഹാരാഷ്ട്രയിൽ ഉറക്കെ പറയാനുള്ള പേടി രാഹുലിൻ്റെ ആരോപണങ്ങളിൽ പ്രകടമാണ് താനും. സംവിധാൻ, പഹൽവാൻ, ജവാൻ, കിസാൻ എന്നൊക്കെ പറഞ്ഞ് തടിതപ്പുകയാണ് രാഹുൽ. കർഷക സമരത്തിന് സാമാന്യം നല്ല പിന്തുണ ലഭിച്ച മഹാരാഷ്ട്രയിൽ രാഹുലിൻ്റെ ഈ പരാക്രമങ്ങൾ വിജയിക്കുമോ എന്ന് കണ്ടറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ മഹാവികാസ് അഘാഡിയെ സഹായിച്ച മറാത്ത വിഭാഗത്തിൻ്റെ അതിർത്തിയിലും ഇത്തവണ ഇക്കൂട്ടർ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കാത്തിരുന്നു കാണാം.